ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോം സിദ്ധാന്തത്തിലെ ഏറ്റവും ശക്തവും ആഴമേറിയ ഒരു ലെയറാണ് വാല്യൂസ്, മൂല്യങ്ങൾ. എന്താണ് മൂല്യങ്ങൾ? നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെയും സന്തോഷത്തെയും നിയന്ത്രിക്കുന്ന ഒരു കോമ്പസാണ് വാല്യൂസ്. എന്താണ് വാല്യൂസ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളാണ് മൂല്യങ്ങൾ. ഉദാഹരണത്തിന് സ്നേഹം, സത്യസന്ധത, സ്വാതന്ത്ര്യം, ആരോഗ്യം, ആത്മീയത, അറിവ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ സൈക്കോവുമായിട്ട് എന്താണ് ബന്ധം? നമ്മുടെ ചക്രങ്ങൾ നമ്മുടെ ചക്രങ്ങളും സൈക്കോവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ ചക്രങ്ങൾ സന്തുലിതമാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മൂല്യങ്ങളുമായിട്ട് ഒത്തുപോകണം. ഓരോ ചക്രങ്ങളിലും ഓരോ ഡ്രൈവ്സ് അല്ലെങ്കിൽ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യവുമായിട്ട് നമ്മൾ അത് കണ്ടുപോകുന്നുണ്ട്. സോ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ മൂല്യങ്ങളുമായി ഒത്തുപോകുമ്പോൾ മാത്രമേ അവിടെ എൻഡ് റിസൾട്ട് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ആ മൂല്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനുള്ളിൽ സംഘർഷവും ഊർജ്ജ തടസ്സവും ബ്ലോക്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂഡ് ഓഫ് ആവും, എനർജി ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ യഥാർത്ഥ മൂല്യങ്ങൾ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതും നമ്മുടെ സ്വഭാവത്തെയും തീരുമാനങ്ങളെയും നയിക്കുന്നതുമായ ആന്തരിക നിയമങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഓരോരുത്തരും എന്താണെന്നൊന്ന് എഴുതി വെച്ച് നോക്കൂ. എൻ്റെ ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സ്നേഹം, സമാധാനം, സന്തോഷം, ആത്മീയത, അറിവ്, അധികാരം, പണം. എന്തിനാണ് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്? ബന്ധങ്ങൾ എന്താണ്? ഇനി ഈ മൂല്യങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇവ പുറമേ നിന്നുള്ള നിർബന്ധങ്ങൾ കൊണ്ടൊന്നുമല്ല, മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുക. എൻ്റെ വാല്യൂ ആയിരിക്കില്ല വേറൊരാൾക്ക്. എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതാ, എനിക്കിതാണ് ആവശ്യം, എനിക്ക് പൈസയൊന്നുമല്ല ആവശ്യം, എനിക്ക് സ്നേഹമാണ് വലുത്. എനിക്ക് സ്നേഹമൊന്നുമല്ല വലുത്, എനിക്ക് പൈസയാണ് വലുത്. എനിക്ക് പൈസയൊന്നും അധികാരമൊന്നുമല്ല വലുത്, എനിക്ക് എൻ്റെ ബന്ധങ്ങളാണ് വലുത്. അങ്ങനെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾ എന്തിനാണ് ഈ വാല്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പണത്തിനാണോ? പ്രശസ്തിക്കാണോ? അധികാരത്തിനാണോ? എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. സ്നേഹം, സത്യസന്ധത, സ്വാതന്ത്ര്യം, ആരോഗ്യം, ആത്മീയത, കരുണ, അച്ചടക്കം. ഇതൊക്കെ വാല്യൂസാണ്. ബ്ലെസ്സിങ് വാല്യൂസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആന്തരിക ഭവനം, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഇന്നർ ശരീരത്തിലെ ആന്തരിക ഭവനം എന്ന് പറയുമ്പോൾ എനർജി സെൻറ്റേഴ്സിൻ്റെ തറക്കല്ലുകളാണ് ഈ മൂല്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇവ ഉറപ്പുള്ളതാണെങ്കിൽ, നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമുക്ക് സാധിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് സ്ട്രോങ് അല്ലെങ്കിൽ, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ, നമുക്ക് ഓരോ ജീവിതത്തിലും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ തളരും. ഇനി നമ്മുടെ മൂല്യങ്ങൾ, ഇപ്പം നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എന്താണ് എൻ്റെ മൂല്യം? എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മുടെ മൂല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നറിയോ? അതായത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മൂല്യങ്ങളാണ് പിന്തുടരുന്നത്. ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കും നമുക്ക്. ആളെ പോലെ ആവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. മിക്കവരും കുറേ പേർക്കൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മൂല്യം എന്താണെന്ന് കണ്ടെത്തി അതേപോലെയുള്ള റോൾ മോഡൽസിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ മിക്കവരും മറ്റുള്ളവരെ പിന്തുടരുക, അവനവനിലെ എന്നെ
ആ ആ സ്വത്വത്തെ കാണാൻ പറ്റാതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൂല്യങ്ങൾ കണ്ടെത്താൻ വഴികൾ നോക്കാം. എന്തൊക്കെയാണ് വഴികളെന്ന് നോക്കാം. ഓക്കെ. എന്താണ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷ നിമിഷങ്ങൾ നോക്കുക. ഒന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെ? നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അല്ലെങ്കിൽ അഭിമാനം തോന്നിയ നിമിഷങ്ങൾ ഓർക്കുക. അവിടെ എന്ത് മൂല്യമാണ് പ്രകടമായത്? അതായത് ഞാൻ ഒരാളെ സഹായിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹവും അഭിമാനവും സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയെന്ന് വിചാരിക്കൂ. അപ്പോൾ അവിടെ എന്താ എൻ്റെ മൂല്യം വരുന്നത്? സേവനം അല്ലേ? ഞാൻ ഒരാളെ സഹായിച്ചപ്പോഴാണല്ലോ എനിക്കതിന്ന് സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയത്. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സേവനം. അതിൻ്റെ എൻഡ് റിസൾട്ട് എനിക്ക് കിട്ടിയത് സന്തോഷവും അഭിമാനവും. ഓക്കെ. അതേസമയം നേരെ നമുക്ക് ഇത് ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് അടുത്തത് എന്താ വരിക? കേഴ്സ്. അതായത് നമ്മുടെ വാല്യൂ ഓക്കെ അല്ല, നമ്മുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല. എങ്ങനെ മനസ്സിലാക്കാന്നറിയോ? നമുക്ക് സങ്കടം, ദേഷ്യമൊക്കെ തോന്നുന്ന കാര്യം എടുക്കുക. അതായത് ഒരാളിപ്പോൾ നമ്മളോട് കള്ളം പറയാന്ന് വിചാരിക്കൂ. നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഭയങ്കര ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ വരുന്നുണ്ട് വിചാരിക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, സത്യസന്ധതയാണ് നിങ്ങളുടെ വാല്യൂ. ആ സത്യസന്ധത, ആ ഒരു ട്രസ്റ്റ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൾ നുണ പറഞ്ഞപ്പോൾ ദേഷ്യം ഒക്കെ വരുന്നത്, ദേഷ്യം ഫ്രസ്ട്രേഷൻ ഒക്കെ വരുന്നത്. സത്യസന്ധതയാണ് അപ്പോൾ നിങ്ങളുടെ വാല്യൂ. മനസ്സിലായോ? ഓരോ രണ്ട് സിറ്റുവേഷൻ ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഓരോ വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ എന്താണ് എൻ്റെ റിയൽ വാല്യൂ എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് നമ്മൾ ജീവിതത്തിൽ എന്തിനാണോ ഒന്നാം സ്ഥാനം നൽകുന്നത്? പണത്തിനാണോ, സമയത്തിനാണോ, ആരോഗ്യത്തിനാണോ, കുടുംബത്തിനാണോ? ഇവരേതിനാണ് നിങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്നത്? അത് നിങ്ങളുടെ മൂല്യമായിട്ട് കണക്കാക്കാം. ഓക്കെ. ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും എന്തിനാണ് നിങ്ങൾ മൂല്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അത് നിങ്ങളുടെ മൂല്യമായിട്ട് കണക്കാക്കാം. ഇനി മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയാണ്, എന്താണ് ചേഞ്ച്, എന്താ വ്യത്യാസം? മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനമുള്ളതാകും. എങ്ങനെ? നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ മൂല്യങ്ങളും തമ്മിൽ ഒത്തുപോകുമ്പോൾ ആ ഒരു ജീവിതം ഭയങ്കര ത്രില്ലായിരിക്കും, ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. എൻഡ് റിസൾട്ട് നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. അല്ല, നമ്മുടെ മൂല്യങ്ങൾ ഒരു സൈഡിൽ, നമ്മുടെ ഇപ്പോഴത്തെ ജീവിക്കുന്ന ജീവിതം വേറൊരു സൈഡിലാണ്, മൂല്യങ്ങൾക്ക് ഒത്തുപോകാത്തതാണ്, വിരുദ്ധമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നമ്മുടെ സന്തോഷം സമാധാനം ഉള്ളിലെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ സമാധാനമാണ് നിങ്ങളുടെ വാല്യൂ എന്ന് വിചാരിക്കും, മൂല്യം എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വഴക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. വഴക്കുകളുണ്ടാകുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കാൻ തോന്നും. എന്തുകൊണ്ടാണ്? നിങ്ങൾ സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകാൻ വേണ്ടി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എസ്കേപ്പിസം അവിടെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കും. ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളതാണ്. ഇനി അപ്പോൾ എന്താ ഉണ്ടാവുക? തീരുമാനങ്ങൾ എളുപ്പമാവും നമ്മുടെ. അതായത് ഒരു ജീവിതത്തിൽ നമുക്കൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണെന്ന് വിചാരിക്കും. മൂല്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണം, സ്ട്രോങ് ഡിസിഷൻ എടുക്കണം. അതായത് ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ജോലിക്ക് കയറണം, ഒരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് വരുന്നുണ്ട്. അത് നമ്മുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണോ, അതിന് വിരുദ്ധമാണെന്ന് നോക്കിയാൽ മതി. വിരുദ്ധമാണോ ഇഷ്ടത്തിനനുസരിച്ചാണോ നോക്കിയാൽ മതി. അവിടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ നമുക്ക് ഓക്കെ സെറ്റാന്ന് പറയും. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ്, നമ്മുടെ ഇഷ്ടത്തിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റും. എങ്ങനെ? നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ. മനസ്സിലായോ? നമ്മളെ തീരുമാനം എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. വ്യക്തമായ തീരുമാനം എടുക്കാൻ ഈ ജോലി എനിക്ക് വേണ്ട, ഇതെൻ്റെ
മൂല്യത്തിന് ചേർന്നതല്ല. ഞാൻ വാല്യൂ ചെയ്യുന്നില്ല. ഈ വാല്യൂ അല്ല എൻ്റെ വാല്യൂ. എനിക്ക് ഇവരുമായിട്ടുള്ള ബന്ധം ഓക്കെ ആവില്ല. എൻ്റെ വാല്യൂ ഇവരുടെ വാല്യൂ ഓക്കെ അല്ല, സെറ്റല്ല. അങ്ങനെ ഈ സിറ്റുവേഷൻ ഞാൻ തമ്മിൽ മാച്ചല്ല. എന്തുകൊണ്ടാ? അവരുടെ വാല്യൂ എൻ്റെ വാല്യൂ ഓക്കെ അല്ല. അങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാഹചര്യത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറാനൊക്കെ സാധിക്കും. അതുവഴി നമുക്ക് എന്തായിരിക്കും എൻഡ് റിസൾട്ട് വരുന്നുണ്ടാവുക? നമുക്ക് നമ്മുടെ ഉള്ളിൽ സമാധാനം സന്തോഷവും വരുന്നുണ്ടായിരിക്കും. അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല, കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഇതെങ്ങനെ ചക്രങ്ങളായിട്ട് കണക്റ്റ് ആവണത്? നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ചക്രം, വിശുദ്ധി ചക്രം നമ്മൾ തുറന്ന് പറയുകയാണല്ലോ, പ്രകടിപ്പിക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ എനർജൈസർ ആവും. ഇത് ആ ഊർജപ്രവാഹം ചക്രങ്ങളിലൂടെ ഇങ്ങനെ തടസ്സമില്ലാതെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോകും. നമ്മുടെ ജീവിതം അതുപോലെ ഫ്ലോ ആയിട്ട് പോകും. എന്തുകൊണ്ടാ? നമ്മുടെ ഇന്നർ സെൽഫും നമ്മുടെ ഔട്ടർ സെൽഫും, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും പുറത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ഒരേപോലെ പോകുന്നുണ്ട്, അലൈൻഡ് ആണ്, അല്ലേ? അപ്പം നമുക്ക് ജീവിതത്തിൽ സമാധാനം സന്തോഷം കിട്ടും. ഇനി നിങ്ങൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ കണ്ടുപിടിക്കാം. പണത്തിനാണോ, സ്നേഹത്തിനാണോ, ബന്ധങ്ങൾക്കാണോ, അറിവിനാണോ, സ്പിരിച്വാലിറ്റിക്കാണോ, ആത്മീയതയ്ക്ക്, പെർഫെക്ഷനിസം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് നോക്കുക. ഇനി അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ ബ്ലെസ്സിങ് വാല്യൂസ് ഉണ്ട്, കേഴ്സ് വാല്യൂസ് ഉണ്ട്. ആദ്യം ബ്ലെസ്സിങ് വാല്യൂസ് പറയാം. അതായത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സമ്മതിക്കാത്ത വാല്യൂസ്, കേഴ്സ് വാല്യൂസ്. നമ്മുടെ വളർച്ചയെ തടയുന്നതോ നമ്മളെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നതോ, ടെൻഷനിലായിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര ടെൻഷനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ആയ മൂല്യങ്ങളാണ് കേഴ്സ് വാല്യൂസ്. ഇത് എപ്പോഴും നമ്മൾ ബോധപൂർവ്വമൊന്നും ആവില്ല കേട്ടോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഭയം കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വഴി നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കലാണ്. എന്താണ്? ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന പേടി കാരണം നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് കണ്ടെത്തുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫിനെ മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? ഒന്ന് എഴുതി വയ്ക്കാം. ഇനി അമിതമായ പെർഫെക്ഷനിസം, അതായത് എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന നിർബന്ധം കാരണം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുവഴി എന്താ ഉണ്ടാവണേ? നമ്മൾ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? ഒരു കാര്യം ചെയ്താൽ നമുക്ക് തൃപ്തി ആവില്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ചുറ്റുമുള്ള ആ വീട്ടിലത്തെ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഭയങ്കര പെർഫെക്ഷനിസം സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ഒരു പ്രശ്നമാണത്. അവരുടെ കൂടെ കഴിയാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു നിമിഷം പോലും നമുക്കും സ്വസ്ഥതയില്ല, അവർക്കും സ്വസ്ഥതയായിട്ടിരിക്കാൻ പറ്റില്ല. അങ്ങനൊരു വാല്യൂ, പെർഫെക്ഷനിസം, അത് നിങ്ങളുടെ ഒരു വാല്യൂ ആണോ? ആലോചിക്കുക. ഇനി മറ്റുള്ളവരെ പേടിപ്പിക്കില്ല, അതായത് പീപ്പിൾ പ്ലീസർ എന്ന് പറയും. നമ്മുടെ സന്തോഷം കളഞ്ഞ് നമ്മുടെ സന്തോഷം കളഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. ഇത് സന്തോഷവും സ്നേഹമൊക്കെ നല്ല വാല്യൂസാണ് ശരിക്കും. പക്ഷെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് എപ്പോഴാണ് കേഴ്സായി മാറുന്നത്? നമ്മുടെ സന്തോഷം, നമ്മളെക്കുറിച്ച് നമുക്കൊരു സ്നേഹമുണ്ട്, നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു സ്നേഹമുണ്ട്. അത് മറന്നുകൊണ്ട് നമുക്കൊരു വാല്യൂ കൊടുക്കാതെ മറ്റുള്ളവരുടെ വാല്യൂ കണ്ട് അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക, അതിനു വേണ്ടി നമ്മുടെ സമയം, എനർജി, ഫോക്കസ് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കേഴ്സ് വാല്യൂ ആയി മാറി. മനസ്സിലായോ? സ്നേഹം സന്തോഷമൊക്കെ ബ്ലെസ്സിങ് വാല്യൂ ആണ് ആക്ച്വലി. പക്ഷെ അത് കേഴ്സ് വാല്യൂ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ നമ്മളെ മറന്ന് മറ്റുള്ളവരുടെ പിന്നാലെ, മറ്റുള്ളവർക്ക് വേണ്ടി
മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ജീവിക്കുമ്പോൾ ഫലം എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ഊർജം, നമ്മുടെ എനർജി അത് വേസ്റ്റ് ആയിപ്പോവും, ചോർത്തിക്കളയും, ചക്രങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ എത്ര അവരെ സന്തോഷിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും ഓടി നടക്കുമ്പോൾ അവർ തിരിച്ച് സ്നേഹിക്കണം സന്തോഷിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് തിരിച്ച് സ്നേഹം സന്തോഷം കിട്ടണമെന്നുമില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്തായിട്ടാ വരിക? കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടണമല്ലോ, അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും മനസ്സിലെ? സങ്കടം വരും, ദേഷ്യം വരും, നിരാശ വരും, കുറ്റബോധം വരും, അല്ലേ? പക വരും ചിലപ്പോൾ. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ എന്താവും? എൻഡ് റിസൾട്ട് നമ്മുടെ സമാധാനം സന്തോഷമൊക്കെ പോയി, അല്ലേ? ഇനി ബ്ലെസ്സിങ് വാല്യൂസ്, നമ്മെ ഉയർത്തുന്നത്, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക സമാധാനവും സന്തോഷവും നൽകുന്നതുമായ മൂല്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവ എങ്ങനെയാ ബ്ലെസ്സിങ് ആയി മാറുന്നത്? അവ നമ്മുടെ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതാ, നമ്മുടെ ഇന്നർ സെൽഫ്. അതാണ് സ്നേഹം, കരുണ, തന്നെ നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹം, മറ്റുള്ളവരോടും കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാം. പിന്നെ സത്യസന്ധത, പിന്നെ ഞാൻ ആരാണെന്ന് തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യം, സ്വാതന്ത്ര്യം, സ്വന്തം ഇഷ്ടപ്രകാരം എന്താ പറയുക, ഓരോരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, ഇതെല്ലാം ബ്ലെസ്സിങ് വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹം, സന്തോഷം, സമാധാനമൊക്കെ എത്തും. അപ്പോൾ അതിലൊക്കെ ഈ ബ്ലെസ്സിങ് വാല്യൂസിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? നമ്മുടെ ഉള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നിറയും. അതിനു വേണ്ടിയിട്ട് നമുക്ക് മറ്റുള്ളവരെയോ മറ്റുള്ള സാഹചര്യങ്ങളെയോ പുറമെ നിന്നുള്ള കാര്യങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ഉള്ളിൽ ഭയവും സമ്മർദ്ദമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മുടെ കേഴ്സ് വാല്യൂ അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതൊരു ഭാരമായിട്ട്, നെഞ്ചിലും എവിടേക്കോ ഭാരമായിട്ട് അനുഭവപ്പെടും. റിസൾട്ട് എന്താ ഉണ്ടാവുക? തളർച്ച ഉണ്ടാവും, മടി ഉണ്ടായിരിക്കും, പ്രോക്കാസിനേഷൻ, നമുക്ക് ഒന്നിനൊരു ഉഷാർ തോന്നില്ല, പിന്നെ പരാജയഭീതി, ഫെയിലിയർ ആവുമോ, എൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെടുമോ, ഇതിങ്ങനെ ലൂപ്പ് പോലെ വട്ടം തിരിയേ. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം എങ്ങനെയാണ് ലൂപ്പായി മാറുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതേസമയം നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ് വാല്യൂ ആണെങ്കിലോ, സ്നേഹവും സമാധാനവും ഒക്കെ ആണെങ്കിലോ, നമ്മൾ വാല്യൂ കൊണ്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യാന്ന് വെച്ചാലോ, നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, നമ്മുടെ ഉയർച്ചയുണ്ടായിരിക്കും, ആത്മവിശ്വാസം കൂടും, എനർജി ഭയങ്കര ഫ്ലോ ആയിട്ട് ഇടും. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വരും, ചക്രങ്ങളെ ഉണർത്തും, അലൈൻമെൻ്റ് ആവും, ബോഡി മൈൻഡ് സോൾ അലൈൻമെൻറ്റ് സാധ്യമാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അങ്ങനെ ബോഡി മൈൻഡ് സോൾ അവർ 3 പേരും ഒരേ രേഖയിൽ വരുന്നു. അപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹങ്ങളും നമ്മൾ സാധിക്കാൻ നോക്കിയാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഇന്നർ വാല്യൂസ് ഒരു സൈഡിൽ പോവുകയാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി വേറൊരു സൈഡിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നേടാൻ പറ്റാത്തതും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതും. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നോക്കാം, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എഴുതി വയ്ക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.